നമസ്കാരം. കർണാടകയിൽ പുതിയ രാഷ്ട്രീയ സമസ്യ ഉടലെടുത്തിരിക്കുകയാണ്. ജാതി സെൻസസ് പുറത്തുവിടുന്നതിനെതിരെ ലിംഗായത്ത് സമുദായ സംഘടനയായ വീരശൈവ മഹാസഭ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് നൽകിയ നിവേദനത്തിൽ 3 മന്ത്രിമാർ ഉൾപ്പെടെ 32 കോൺഗ്രസ് MLA-മാർ ഒപ്പിട്ടത് ശരിക്കും കോൺഗ്രസ് നേതൃത്വത്തിന് ഞെട്ടലായിരിക്കുകയാണ്. ഒരു മന്ത്രി ഉൾപ്പെടെ 50 പേർ താമസിയാതെ കോൺഗ്രസ് വിടുമെന്ന് JDU നേതാവായ HD കുമാരസ്വാമി വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ അത് നിഷേധിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും രംഗത്ത് വന്നു. എന്നാൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ ഒപ്പിടൽ. രാഹുൽ ഗാന്ധി ചർച്ചയാക്കിയ വിഷയമാണ് ജാതി സെൻസസ്. വീരശൈവ മഹാസഭ പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് MLA-യുമായ ശാമന്നൂർ ശിവശങ്കരപ്പയുടെ നേതൃത്വത്തിലാണ് വിവിധ പാർട്ടികളിലെ ലിംഗായത്ത് ജനപ്രതിനിധികളുടെ ഒപ്പ് ശേഖരിച്ചുള്ള നിവേദനം മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. മന്ത്രിമാരായ MB പാട്ടീൽ, ഈശ്വർ ഖണ്ഡ്രെ, ശിവാനന്ദ പാട്ടീൽ, ചീഫ് വിപ്പ് അശോക് പഠാൻ എന്നിവരാണ് നിവേദനത്തെ പിന്തുണച്ച പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ. മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയും സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്രയും ഉൾപ്പെടെ 17 BJP MLA-മാരും ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. 2 പക്ഷത്തുള്ളവരും ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോഴും കോൺഗ്രസ് MLA-മാരുടെ ഒപ്പിടലാണ് ചർച്ച. എന്തായാലും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ജാതി സെൻസസിനെ ഈ 32 MLA-മാരും അംഗീകരിക്കുന്നില്ല. അശാസ്ത്രീയമായിട്ടാണ് സെൻസസ് നടത്തിയതെന്നും കൂടുതൽ ജനപ്രതിനിധികളുടെ ഒപ്പ് ശേഖരിച്ച് മറ്റൊരു നിവേദനം കൂടി ഉടൻ നൽകുമെന്നും മഹാസഭ ദേശീയ സെക്രട്ടറി HM രേണുക പ്രസന്ന പറഞ്ഞു. നേരത്തെ സമാന ആവശ്യം ഉന്നയിച്ച് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉൾപ്പെടെ വൊക്കലിംഗ സമുദായത്തിൽ നിന്നുള്ള നേതാക്കൾ ഒപ്പിട്ട നിവേദനവും മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. പ്രബല സമുദായങ്ങളായ വൊക്കലിംഗയും ലിംഗായത്തും എതിർപ്പുമായി രംഗത്ത് എത്തിയത് സർക്കാരിന് തിരിച്ചടിയായി എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. സെൻസസുമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യമായി ഇത് മാറുന്നു. ഓപ്പറേഷൻ താമരയ്ക്കുള്ള സാധ്യത കർണാടകയിൽ തെളിയുന്നതിന്റെ സൂചനയായി BJP കേന്ദ്രങ്ങൾ ഇത് കാണുന്നുമുണ്ട്. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ BJP നേട്ടമുണ്ടാക്കിയിരുന്നു. ഹിന്ദി ഹൃദയഭൂമിയിൽ മോദി തരംഗമുണ്ടെന്നും വ്യക്തമായി. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് MLA-യുടെ നേതൃത്വത്തിലെ പുതിയ ഈ നീക്കം. ജാതി സെൻസസിനെ ഉപമുഖ്യമന്ത്രിയും എതിർക്കുന്നു എന്നത് നിർണായകമാണ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ പരമാവധി സീറ്റുകൾ നേടുകയാണ് BJP-യുടെ ലക്ഷ്യം. അതിന് ജാതി സെൻസസും അവർ ചർച്ചയാക്കും. വൊക്കലിംഗയും ലിംഗായത്തും BJP-യിൽ നിന്ന് അകന്നതാണ് കർണാടകയിൽ BJP-ക്ക് തിരിച്ചടിയായത്. ഈ വിഷയത്തിലൂടെ അത് വീണ്ടെടുക്കാനാണ് BJP-യുടെ ശ്രമം. ഇതിനൊപ്പം കോൺഗ്രസ് MLA-മാരും എത്തുന്നു എന്നത് നിർണായകമാണ്. 2018-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സെൻസസ് പുറത്തുവിടുമെന്ന് സിദ്ധരാമയ്യ പ്രഖ്യാപിച്ചെങ്കിലും ഇരു സമുദായങ്ങളുടെയും എതിർപ്പിനെ തുടർന്ന് പിന്മാറിയിരുന്നു. കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ 2024-ൽ വീഴുമെന്ന് മുൻ മുഖ്യമന്ത്രിയും JDS സംസ്ഥാന അധ്യക്ഷനുമായ HD കുമാരസ്വാമി ദിവസങ്ങൾക്ക് മുൻപാണ് പറഞ്ഞത്. കോൺഗ്രസ് സർക്കാർ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കില്ലെന്നും കുമാരസ്വാമി അവകാശപ്പെട്ടിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ തകരുമെന്ന് പറഞ്ഞ കുമാരസ്വാമി ഒരു ഉന്നത മന്ത്രി BJP കേന്ദ്ര നേതൃത്വവുമായി ഇതിനോടകം ചർച്ച നടത്തിയെന്നും പറഞ്ഞു. 50 മുതൽ 60 MLA-മാരുമായി പുറത്തുവരുമെന്നാണ് ഒരു മന്ത്രി BJP നേതൃത്വത്തിന് ഉറപ്പ് നൽകിയതെന്നും കുമാരസ്വാമി വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJP-യിൽ ചേരാനുള്ള അപേക്ഷയുമായി ഒരു മന്ത്രി കേന്ദ്രത്തിലെ നേതാക്കളുടെ അടുത്തേക്ക് പോയി. 50 മുതൽ 60 MLA-മാർക്കൊപ്പം പാർട്ടിയിൽ ചേരാൻ 6 മാസത്തേക്ക് സാവകാശം ഈ മന്ത്രി തേടിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കോൺഗ്രസ് മന്ത്രിയുടെ പേര് പറയാൻ കുമാരസ്വാമി തയ്യാറായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തും സംഭവിക്കാം. മഹാരാഷ്ട്രയിൽ സംഭവിച്ചതിന് സമാനമായത് ഇവിടെയും നടന്നേക്കാം. ഒരാളും പാർട്ടിയോട് പ്രതിബദ്ധതയോ കൂറോ ഉള്ളവരല്ല. വ്യക്തിപരമായ നേട്ടങ്ങൾ മാത്രമാണ് അവർ നോക്കുന്നത്. രാഷ്ട്രീയത്തിൽ ഇത് എല്ലാ കാലത്തും സംഭവിച്ചിട്ടുണ്ടെന്നുമായിരുന്നു കുമാരസ്വാമിയുടെ അഭിപ്രായം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 135 സീറ്റ് നേടിയ കോൺഗ്രസിന്റെ സ്ഥിതി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താകുമെന്ന് നമുക്കറിയാമെന്നും കുമാരസ്വാമി വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെയാണ് ജാതി സമവാക്യത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ പുതിയ നീക്കങ്ങൾ കോൺഗ്രസിനെതിരെ കർണാടകയിൽ സജീവമാകുന്നത്.